ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത്. മാർച്ച് മാസം 25-ാം തീയതി വചനിപ്പ് തിരുനാളിൽ 2025 മാർച്ച് 25 മുതൽ 2026 മാർച്ച് 25 വരെ ഒരു വർഷത്തേക്ക് രാവും പകലും ജപമാല പ്രാർത്ഥന ചൊല്ലി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഒരു അഖണ്ഡ ജപമാല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രാത്രിയും പകലും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തിരുസഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനും നമ്മുടെ ദേശത്തിനും കുടുംബങ്ങൾക്കും വേണ്ടി നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു സവിശേഷമായ സന്ദർഭം പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണ്. ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജപമാല പ്രാർത്ഥനയുടെ ഭാഗമായി തിരുസഭയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും ആത്മീയമായൊരു വളർച്ച ദേശത്ത് ഉണ്ടാകണം. നമ്മുടെ തലമുറകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ തലമുറ ദൈവവചനം ആഴത്തിൽ ഗ്രഹിക്കണം, കർത്താവിൻ്റെ സ്വരം കേൾക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ അഖണ്ഡ ജപമാല യജ്ഞത്തിൽ പങ്കെടുക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. നിങ്ങൾക്ക് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിലെത്തി കുറേ മണിക്കൂറുകൾ ജപമാല പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെച്ച് നിങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വർഷത്തിലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ, നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജപമാല പ്രാർത്ഥന ചൊല്ലി നമുക്ക് ലോകം മുഴുവനും വേണ്ടി അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. അതിന് കർത്താവായ യേശു നിങ്ങളെ സഹായിക്കട്ടെ, പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജപമാല യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറുകളും അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒടുവിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.